ഉണ്ട്, ഞാനിവിടെ സൈഡിൽ വെക്കാം. എന്തായാലും പുള്ളിക്കാരൻ മേ ബി റിയാക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ടായിരിക്കാം. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും കേസിന്റെ കാര്യമായിട്ട് മുന്നോട്ട് പോകാനായിരിക്കും ചാൻസ്. എന്തായാലും ലെനയും മിക്കവാറും കേസിന്റെ കാര്യങ്ങളായിട്ട് ഇവരുടെ പേരിൽ പോകാൻ ചാൻസ് ഉണ്ട്, അത് ഉറപ്പാണ്. എന്തായാലും ബാക്കിയുടെ കാണാം. റിപ്പോർട്ടർ ചാനലിൽ അരുൺകുമാറിനെതിരെ കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു, അത് കൊടുത്തിരുന്നോ? അത് കൊടുക്കാനുള്ള പരിപാടി തീർച്ചയായിട്ടും. അങ്ങനെയൊന്നും ഒരു ഇപ്പം എന്നോട് ഇങ്ങനെ ആ ക്വസ്റ്റ്യൻ ചോദിച്ചു, വേറൊരു കുട്ടിയാണെങ്കിൽ ഈ മുട്ട ഇങ്ങനെ തന്നെ ചോദിക്കുകയല്ലേ, അവരെ അങ്ങനെ പബ്ലിക് ചാനലിൽ ട്രയൽ പാടില്ല, മീഡിയയിലൊന്ന് പ്രത്യേകിച്ച് കോടതിയിൽ നിന്ന് ഉത്തരവുണ്ട്. അപ്പോൾ ഈ അരുൺ മുട്ട എങ്ങനെയൊക്കെ കിടന്ന് ചോദിച്ചാൽ അത് ഇച്ചിരി ഓവർ സ്മാർട്ടല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും അയാൾക്കെതിരെ നടപടി എടുക്കണം. ഞാൻ അതിന് കംപ്ലൈൻറ്റ് കൊടുക്കുകയും ചെയ്യും. കാരണം നാളെ വേറൊരു കുട്ടികളോട് ഇങ്ങനെയൊന്നും ചോദിക്കരുത്. അരുൺകുമാറിനോട് നീരസം പ്രകടിപ്പിച്ചിരുന്നോ നേരിട്ട്? ഞാൻ പറഞ്ഞു, നിങ്ങൾക്കെതിരെ ഞാൻ കേസ് കൊടുക്കും, നിങ്ങളാരാ അഡ്വക്കേറ്റോ അതോ കോടതി ജഡ്ജോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്, അവർ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. പിന്നെ വന്ന കുട്ടി ഇവിടെ എന്നെ ഇൻ്റർവ്യൂ ഇറങ്ങുന്ന കുട്ടിയോട് ഞാൻ പറഞ്ഞു, മേലിൽ ഇനി ഇങ്ങോട്ട് വന്നേക്കരുത്, നിങ്ങൾ റിപ്പോർട്ടർ ചാനലിൽ നിന്ന് ആരും വരണ്ട. കാരണം നമ്മളെ വിളിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഭവനത്തിൽ വന്ന് നമ്മളെ അപമാനിക്കുന്നത് ശരിയല്ല. നമ്മളൊരു സത്യം തുറന്നു പറയുന്ന ഒരാളാണ് അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ച് അതിൻ്റെ സത്യം എന്താണെന്ന് അറിയണം. അറിഞ്ഞിട്ട് വേണം ഓരോ കാര്യങ്ങൾ പറയാം. എന്നെ അറസ്റ്റ് ചെയ്യട്ടെ, എന്തെങ്കിലും കാര്യത്തിൽ എന്നെ അറസ്റ്റ് ചെയ്തതിന് ശേഷം പറയട്ടെ, ഞാൻ ഐ ബോ മൈ ഹെഡ്. അതിനു മുമ്പ് എന്നെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ ഐ ഫൈറ്റ് ആൻഡ് ഐ വിൽ ഗോ ടു എനി എക്സ്റ്റെന്റ്. അരുൺകുമാർ ശരിക്കും എന്തൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്? ഈ പറയുന്ന മിന്നു മുനീർ എന്ന് പറയുന്ന വ്യക്തി മുകേഷിന്റെ അടുത്ത് കാശ് ചോദിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുണ്ട്. കാര്യം എനിക്കൊരു സിംഗിൾ മദറായിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഞാൻ ചോദിച്ചു പോയെന്ന് ഇവർ തന്നെ പറഞ്ഞ്. സ്മൈലി അയച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ സ്മൈലി അയച്ചിട്ടുണ്ട്. പിന്നെ ഇവരുടെ ഫോണിൽ നിന്ന് തന്നെ ആദ്യമേ ഒരു വട്ടം 25,000 രൂപ ചോദിച്ചു. ആ ഒരു 25,000 രൂപ ചോദിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞ് വീണ്ടും 1,00,000 രൂപ മുകേഷിന്റെ അടുത്ത് ചോദിച്ചു. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ശരിക്കും അരുൺകുമാർ ചോദിച്ചത്. ആ ഒരു കാര്യത്തിനാണ് ഈ പുള്ളിക്കാരത്തി ഇപ്പം പറയുന്നത്, എന്നെ ഇങ്ങനെ ട്രയൽ നടത്താനൊന്നും ഒരിക്കലും ഒരാൾക്കും അവകാശമില്ല, ഞാൻ അതിൻ്റെ പേരിൽ കേസ് കൊടുക്കും, നാളെ ഒരു പെൺകുട്ടിക്കും ഇങ്ങനെ ഒരു കാര്യം വരരുത്. ഇവരെന്താണ് ശരിക്കും ഉദ്ദേശിക്കുന്നത്? അരുൺകുമാർ കറക്റ്റ് കാര്യങ്ങളാണ് ചോദിച്ചത്. കാര്യം പുള്ളിയെടുത്ത് ആൻസർ ചെയ്യാനുള്ള മറുപടി ഇല്ലാത്തതിന് ചുമ്മാ തത്തത്തെ അടിച്ചിട്ട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? കാര്യം കോടതി ചെല്ലുമ്പോഴും ഇത് തന്നെ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ കേസ് കംപ്ലീറ്റ് ആയിട്ട് പൊളിഞ്ഞു പോകുന്ന പരിപാടിയാണ്. കോടതി തന്നെ പറഞ്ഞ എന്തുവാണ് കാര്യം, മുകേഷ് കുറ്റക്കാരനായിട്ട് തോന്നുന്നില്ല. കാര്യം ഇങ്ങനെ പീഡിപ്പിച്ചിട്ട് ആളുടെ അടുത്ത് പോയിട്ട് ഇത്രയും കാശ് ചോദിക്കുക, സ്മൈലി ഇടുക, അയാൾക്ക് ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുക, പിന്നെ അയാളുമായിട്ടുള്ള കവർ പിക്ക് എടുത്ത് ഫേസ്ബുക്കിൽ ഇടുക, അങ്ങനെയൊക്കെ ആരെങ്കിലും ചെയ്യുമോ? അപ്പൊ അരുൺകുമാർ ചോദിച്ചതിനകത്തൊന്നും യാതൊരു തെറ്റുമില്ല. പുള്ളിയുടെ പേര് കേസ് കൊടുത്തിട്ട് ഒന്നും നടക്കാനും പോകുന്നില്ല. അപ്പം ഇത്രയും കാര്യമാണ്. മിന്നു മുനീർ ഇനിയും പുതിയ വെളിപ്പെടുത്തലുമായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. പുള്ളിക്കാരത്തി ഓർത്തെടുക്കുന്നതേ ഉള്ളൂ. പുള്ളിക്കാരത്തി പറഞ്ഞ ആദ്യത്തെ ഒരു ദിവസം ഈ കാര്യങ്ങളെല്ലാം ഒന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ പതുക്കെ ഇപ്പോൾ ഓർമ്മ എനിക്ക് കിട്ടി വരുന്നതേ ഉള്ളൂ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന്. അപ്പം ഇനിയും ഓർമ്മ വരുന്ന സമയത്ത് പുള്ളിക്കാരത്തി കുറേ വെളിപ്പെടുത്തലുകൾ നടത്താൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.